വെൽക്കം ബാക്ക് ടു CMRI Tech ഓൺലൈൻ അക്കാഡമി. അപ്പോൾ ഞാൻ ഇന്ന് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 3-4 സൈക്കിൾസ് ആണ് പഠിക്കുന്നത്. ഗ്ലൈക്കോളിസിസ്, സിട്രിക് ആസിഡ് സൈക്കിൾ, എച്ച് പിന്നെ ഗ്ലൈക്കോജൻ മെറ്റബോളിസത്തിൽ 2 സൈക്കിൾ, അങ്ങനെ കുറച്ച് സൈക്കിൾസ് ആണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ അതിന്റെ സിഗ്നിഫിക്കൻസ്. സോ ഫസ്റ്റ് വൺ ഏതാന്ന് വെച്ചാൽ ഗ്ലൈക്കോളിസിസ് പാത്വേ ആണ് കേട്ടോ. ഗ്ലൈക്കോളിസ് പാത്വേ. ഓക്കെ, ഇത് സിമ്പിൾ പാത്വേ ആണ്. ഇറ്റ് ഇസ് അതർവൈസ് നോൺ ആസ്, വേറൊരു സിമ്പിൾ പേരാണ് എംഡൻ മയർഹോഫ് പാത്വേ. ഓക്കെ, ഗ്ലൈക്കോളിസിന്റെ വേറൊരു പേരാണ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എംഡൻ മയർഹോഫ് പാത്വേ. ഓക്കെ, അപ്പം ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ച് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പേരാണല്ലേ എംഡൻ മയർഹോഫ് പാത്വേ. സോ വാട്ട് ഈസ് ഗ്ലൈക്കോളിസിസ്? ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൈക്കോളിസിസ് ഇസ് ഡിഫൈൻഡ് ആസ് എ സീക്വൻസ് ഓഫ് റിയാക്ഷൻസ്. അതായത് ഇതിൽ കുറേ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഇതിൽ മെയിൻ എന്ന് പറഞ്ഞ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് അല്ലെങ്കിൽ ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇറ്റ് ഇസ് ആക്ച്വലി ഡിഫൈൻഡ് ആസ് എ സീക്വൻസ് ഓഫ് റിയാക്ഷൻസ്. ഓക്കെ, കുറേ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. എന്നിട്ട് എന്താ അവിടെ സംഭവിക്കുന്നത്? ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ ഗ്ലൈക്കോജനെ നമ്മൾ കൺവേർട്ട് ചെയ്യാണ് പൈറുവേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു സീക്വൻസ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കൺവേർഷൻ നടക്കുന്നുണ്ട്, അതിന്റെ കൂടെ എന്തും കൂടി ഉണ്ട്, അലോങ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ATP. ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന ആ ഒരു പാത്വേ ആണ് ഗ്ലൈക്കോളിസിസ്. ഓക്കെ, സോ വാട്ട് ഈസ് ഗ്ലൈക്കോളിസിസ്? ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ which involves conversion of glucose or glycogen to pyruvate or lactate with the production of ATP. അപ്പൊ അതാണ് ഗ്ലൈക്കോളിസിസ് കേട്ടോ. ഇനി സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കിയാലോ. സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലൈക്കോളിസിസ് ഫസ്റ്റ് നടക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെൽസിലും നടക്കുന്നുണ്ട് ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന സംഭവം. ഈ ഒരു പാത്വേ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഓൾ സെൽസ് ഓഫ് ദ ബോഡി. അതുപോലെ ഈ ഒരു സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് നടക്കണമെങ്കിൽ എന്തായാലും എൻസൈംസ് വേണമെന്ന് അറിയാലോ. അപ്പൊ ഈ എൻസൈംസ്, അതായത് ഈ ഗ്ലൈക്കോളിസിസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ എൻസൈംസ് എവിടെ ഉണ്ടാവുമെന്ന് അറിയോ? ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ ദ സൈറ്റോസോമൽ ഫ്രാക്ഷൻ ഓഫ് ദ സെൽ. സെല്ലിന്റെ സൈറ്റോസോമൽ ഫ്രാക്ഷനിലാണ് നമുക്ക് ഈ ഗ്ലൈക്കോളിസിസ് ക്യാരി ഔട്ട് ചെയ്യാനുള്ള എൻസൈംസ് വിൽ ബി പ്രസന്റ് ഇൻ ദ സൈറ്റോസോമൽ ഫ്രാക്ഷൻ ഓഫ് ദ സെൽ. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിസിസ് വിൽ ബി ഒക്കറിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആസ് വെൽ ആസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്കെ, ഓക്സിജന്റെ പ്രസൻസിലും ഇല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഓക്സിജനും നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, അതായത് പൈറുവേറ്റ് ആയിട്ടും ലാക്ടേറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ ഗ്ലൈക്കോജനെ പൈറുവേറ്റ് അല്ലെങ്കിൽ ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ കുറച്ചൊരു കൺഫ്യൂഷൻ, എന്താ രണ്ട് എൻഡ് പ്രൊഡക്റ്റ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ. ആക്ച്വലി അത് എന്താണെന്ന് അറിയോ? പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഓക്സിജന്റെ ബേസിസിലാണ് ഈ പറഞ്ഞ രണ്ട് എൻഡ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അതായത് എനോറോബിക് കണ്ടീഷൻ അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ ദ എൻഡ് പ്രൊഡക്റ്റ് വിൽ ബി ലാക്ടേറ്റ്. ഓക്കെ, അനയറോബിക് കണ്ടീഷൻ ആണെങ്കിൽ എന്തായിരിക്കും? എൻഡ് പ്രൊഡക്റ്റ് ലാക്ടേറ്റ് ആയിരിക്കും. ഈ അയറോബിക് കണ്ടീഷൻ, അയറോബിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പാത്വേ നടക്കുന്നുണ്ട്. എന്തിന്റെ പ്രസൻസിൽ? ഓക്സിജന്റെ പ്രസൻസിലാണ് നടക്കണമെങ്കിൽ വാട്ട് വിൽ ബി ദ എൻഡ് പ്രൊഡക്റ്റ്? പൈറുവേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ ഗ്ലൂക്കോസ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഐദർ പൈറുവേറ്റ് ഓർ ലാക്ടേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തിന്റെ ബേസിസിലായിരുന്നു? പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഓക്സിജന്റെ ബേസിസിലാണ് നമുക്ക് എൻഡ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അതായത് ലാക്ടേറ്റ് ആണ് എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. എന്ത് കണ്ടീഷനിലായിരുന്നു? അനോറോബിക് കണ്ടീഷൻ. ഈ അയറോബിക് കണ്ടീഷൻ ആണെങ്കിൽ എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ എൻഡ് പ്രൊഡക്റ്റ്? പൈറുവേറ്റ് ആയിരിക്കും. ഓക്കെ, ഈ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് ഈസ് എ മേജർ പാത്വേ ഫോർ ATP സിന്തസിസ് ഇൻ ടിഷ്യൂസ് ലാക്കിംഗ് മൈറ്റോകോൺഡ്രിയ. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മൾ പണ്ട് അതേ ബയോളജി പഠിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്റ്റാർട്ടിങ് ചാപ്റ്റർ സെല്ലായിരിക്കും. ആ സെല്ലിലുള്ള ഒരു മെയിൻ സംഭവം എന്തായിരിക്കും? എല്ലാവരും കേട്ടുപരിചയമുള്ള സംഭവമായിരിക്കും അല്ലെ. മൈറ്റോകോൺഡ്രിയ ഈസ് അതർവൈസ് നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദ സെൽ. ഇത് കേൾക്കാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ എന്താ പറഞ്ഞത്? അതായത് മൈറ്റോകോൺഡ്രിയ ഈസ് അതർവൈസ് നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. അപ്പൊ ചില ടിഷ്യൂസിൽ ഈ പറഞ്ഞ മൈറ്റോകോൺഡ്രിയ ആബ്സെന്റ് ആയിരിക്കും, ലൈക്ക് എറിത്രോസൈറ്റ്സ്, കോർണിയ, ലെൻസ്. ഇതിലൊക്കെ എന്താണ്? മൈറ്റോകോൺഡ്രിയ ലാക്ക് ആണ്. അപ്പൊ അവിടെ നമുക്ക് ATP സിന്തസിസ് നടക്കണ്ടേ? അപ്പൊ അങ്ങനത്തെ ഉള്ള റീജിയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ടിഷ്യൂസിൽ ഗ്ലൈക്കോളിസിസ് ഇസ് ദ മേജർ പാത്വേ ഫോർ ATP സിന്തസിസ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഗ്ലൈക്കോളിസിസ് ആയിരിക്കും മേജർ പാത്വേ ഫോർ ATP സിന്തസിസ് ഇൻ ടിഷ്യൂസ് ലാക്കിംഗ് മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയ ഇല്ലാത്ത ടിഷ്യൂസിലൊക്കെ ഏതായിരുന്നു? എങ്ങനെയാണ് അവർക്ക് ATP സിന്തസിസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ നടക്കുന്ന ATP സിന്തസിസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഗ്ലൈക്കോളിസിസ് ത്രൂ ആണ് അവിടെ ATP സിന്തസിസ് നടക്കുന്നത് കേട്ടോ. സോ വാട്ട് ഈസ് ഗ്ലൈക്കോളിസിസ്? ഗ്ലൈക്കോളിസിസ് ഇസ് ഡിഫൈൻഡ് ആസ് എ സീക്വൻസ് ഓഫ് റിയാക്ഷൻസ്. ഒരു സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് ആണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഓർ ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസിന്റെ അല്ലെങ്കിൽ ഗ്ലൈക്കോജന്റെ കൺവേർഷൻ ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് വാട്ട് വിൽ ബി ദ എൻഡ് പ്രൊഡക്റ്റ്? പൈറുവേറ്റ് ഓർ ലാക്ടോറ്റ് ആയിരിക്കും അല്ലെ. പൈറുവേറ്റോ ലാക്ടേറ്റോ ആയിരിക്കും
ആയിരിക്കും എൻഡ് പ്രൊഡക്റ്റ് along with the production of ATP. അപ്പോൾ ഇവിടെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന പൈറുവേറ്റ് ആയിരിക്കാം, ലാക്ടേറ്റ് ആയിരിക്കാം. ഇവിടെ ആക്ച്വലി എന്താ നടക്കുന്നത്? ഇറ്റ് വിൽ ബി ഇൻവോൾവിംഗ് ദ കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഓർ ഗ്ലൈക്കോജൻ ടു പൈറുവേറ്റ് ഓർ ലാക്ടേറ്റ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ആണ്. സിഗ്നിഫിക്കൻസിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഗ്ലൈക്കോളിസിസ് വിൽ ബി ടേക്കിംഗ് പ്ലേസ് ഇൻ ഓൾ സെൽസ് ഓഫ് ദ ബോഡി. ബോഡിയിലുള്ള എല്ലാ സെൽസിലും ഗ്ലൈക്കോളിസിസ് നടക്കുന്നുണ്ട് അല്ലെ. എൻസൈംസ് എവിടെയാണ് പ്രസന്റ്? അത് ഗ്ലൈക്കോളിസിസ് ക്യാരി ഔട്ട് ചെയ്യാനുള്ള എൻസൈംസ് വിൽ ബി പ്രസന്റ് ഇൻ ദ സൈറ്റോസോമൽ ഫ്രാക്ഷൻ ഓഫ് ദ സെൽ. അതുപോലെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി ഒക്കർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്കെ, ഈ ലാക്ടേറ്റ് വിൽ ബി ദ എൻഡ് പ്രൊഡക്റ്റ് ഇൻ കേസ് ഓഫ് അനോറോബിക് കണ്ടീഷൻ ആൻഡ് പൈറുവേറ്റ് വിൽ ബി ദ എൻഡ് പ്രൊഡക്റ്റ് ഇൻ കേസ് ഓഫ് എയറോബിക് കണ്ടീഷൻ. അതുപോലെ ഞാൻ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഗ്ലൈക്കോളിസിസ് ദ മേജർ പാത്വേ ഫോർ ATP സിന്തസിസ്. എവിടെ? ഇൻ ടിഷ്യൂസ് ലാക്കിംഗ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ഇല്ലാത്ത ടിഷ്യൂസിൽ മേജർ പാത്വേ ATP സിന്തസിസ് നടക്കാനുള്ള ഒരു മെയിൻ പാത്വേ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോളിസിസ് ആണ്. അതായത് എക്സാമ്പിൾസ് പറയും, മൈറ്റോകോൺട്രിയ ഇല്ലാത്ത ടിഷ്യൂസിലൊക്കെ മേജർ പാത്വേ എന്ന് പറയുന്നത് ATP സിന്തസിസ് നടക്കുന്നത് എങ്ങനെയാണ്? ഗ്ലൈക്കോളിസിസ് ആണ്. ലൈക്ക് എറിത്രോസൈറ്റ്സ്, കോർണിയ, ലൈൻസ്, ഇതിലൊക്കെ നടക്കുന്നത് ഗ്ലൈക്കോളിസിസ് ത്രൂ ആണ് കേട്ടോ. നമുക്ക് ഇനി പാത്വേ നോക്കിയാലോ. So first step എന്ന് പറയുന്നത് glucose will be converted into glucose 6-phosphate in the presence of hexokinase or glucokinase. Okay, first step എന്തായിരുന്നു? ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യണം in the presence of hexokinase അല്ലെങ്കിൽ glucokinase enzyme പ്രസൻസിൽ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആക്ച്വലി ഇറ്റ് ഇസ് എ എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസ് ആണ് കേട്ടോ. അതായത് ATP യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് 6-phosphate in the presence of hexokinase or glucokinase. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് വിൽ ബി ഗ്ലൂക്കോസ് 6, അതേപോലെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് പ്രൊഡക്റ്റ് പറയുന്നത് ഗ്ലൂക്കോസ് 6-phosphate ആയിരുന്നു. ഗ്ലൂക്കോസ് 6-phosphate in the presence of phosphohexose isomerase, it is converted into fructose 6-phosphate. ഐസോമറൈസേഷൻ ആണ് ആക്ച്വലി നടക്കുന്നത് കേട്ടോ. ഗ്ലൂക്കോസ് 6-phosphate ഐസോമറൈസേഷൻ ആണ് നടക്കുന്നത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഫ്രക്ടോസ് 6-phosphate ആണ് അവിടെ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം phosphohexose isomerase. And this fructose 6-phosphate is again converted into fructose 1,6-bisphosphate. It is also energy dependent. അല്ലെങ്കിൽ ATP യൂട്ടിലൈസ് ചെയ്തിട്ട് നടക്കുന്ന ഒരു സ്റ്റെപ്പ് ആണ് കേട്ടോ ഇത്. അതായത് fructose 6-phosphate in the presence of phosphofructokinase, it is converted into fructose 1,6-bisphosphate. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫേസ് ആണ്. നമ്മൾ രണ്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസ് ആയിരുന്നു. അവിടെ ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെയൊക്കെയായിരുന്നു? ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് കൺവേർട്ട് ആവുന്നു. അതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻടു ഗ്ലൂക്കോസ് 6-phosphate. ഗ്ലൂക്കോസ് 6-phosphate is converted into fructose 6-phosphate in the presence of phosphohexose isomerase. ഐസോമറൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ fructose 6-phosphate is converted into fructose 1,6-bisphosphate in the presence of phosphofructokinase. Okay, and this formed fructose 1,6-bisphosphate, it is again converted into two products like glyceraldehyde 3-phosphate and dihydroxyacetone phosphate in the presence of enzyme aldolase. Okay, അപ്പോൾ aldolase പ്രസൻസിൽ fructose 1,6-phosphate രണ്ട് മോളിക്യൂളാണ് അവിടെ ഫോം ചെയ്യുന്നത് കേട്ടോ. ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate അതുപോലെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ആക്ച്വലി ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്റർ കൺവേർട്ടിംഗ് ആണ് കേട്ടോ. അതായത് ഗ്ലിസറാൾഡിഹൈഡ് നമുക്ക് ഡൈഹൈഡ്രോക്സി ആയിട്ട് മാറാം. അതായത് ഇന്റർ കൺവേർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അത്. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ്. കണ്ടോ, ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമർ, അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പേരാണ് ഫോസ്ഫേറ്റ് ട്രയോസ് ഐസോമറേസ്. ഓക്കെ, ഈ ഒരു ഐസോമറേസിന്റെ എൻസൈമിന്റെ പ്രസൻസിൽ ഈ രണ്ട് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ഇന്റർ കൺവേർട്ട് ചെയ്യാനും റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് പറയുന്നത്. എങ്ങനെ വേണമെങ്കിലും ഫോം ചെയ്യും. ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate എന്ന് പറയുന്നത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ടും, അതുപോലെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ആണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഫോംഡ് ആയിട്ടുള്ള ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു 1,3-bisphosphate glycerate. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate dehydrogenase. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate is converted into 1,3-bisphosphoglycerate in the presence of glyceraldehyde 3-phosphate dehydrogenase. അപ്പോൾ ഇവിടെ 2NADH will be released. ഓക്കെ, ഒരു സ്പ്ലിറ്റിംഗ് ഫേസ് ആണ് ആക്ച്വലി ഹാപ്പനിങ്. സോ അവിടെ എന്താ നടക്കുന്നത്? ഫ്രക്ടോസ് 1,6-bisphosphate is converted to 2 molecules ആണ്. അതിനുശേഷം ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ആണ് പിന്നീട് ഫർദർ റിയാക്ഷൻ പ്രൊസീഡ് ആവണം കേട്ടോ. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു 1,3-bisphosphoglycerate in the presence of
glyceraldehyde 3-phosphate dehydrogenase. Again, this 1,3-bisphosphate glycerate is converted into 3-phosphoglycerate in the presence of phosphoglycerate kinase. ഇത് പറയുമ്പോഴത്തേക്കും ഇവിടെ ATP റിലീസ് ചെയ്യാണ് കേട്ടോ. സോ എനർജി റിലീസ് ചെയ്യുന്ന സ്റ്റെപ്സ് ആയി തുടങ്ങി. ഫസ്റ്റ് നമ്മൾ എനർജി ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു, അതിനുശേഷം സ്പ്ലിറ്റിംഗ് ആയിരുന്നു ഫേസ്. ഇനി ഇവിടെ എനർജി സിന്തസിസ് സ്റ്റെപ്സ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? 1,3-bisphosphoglycerate is converted into 3-phosphoglycerate in the presence of phosphoglycerate kinase. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? 3-phosphoglycerate is converted to phosphoglycerate in the presence of phosphoglycerate mutase. Phosphoglycerate mutase in the presence ൽ എന്താ അവിടെ സംഭവിക്കുന്നത്? 3-phosphoglycerate is converted to 2-phosphoglycerate. അതിനുശേഷം this 2-phosphoglycerate is converted to phosphoenol pyruvate. ഈ phosphoenol pyruvate എന്ന് പറയുമ്പോൾ ഹൈ എനർജി കോമ്പൗണ്ട് ആയിരിക്കും കേട്ടോ. ഫീനോളസിന്റെ പ്രസൻസിലാണ് 2-phosphoglycerate phosphoenol pyruvate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ phosphoenol pyruvate again it is converted into pyruvate with the release of ATP. അപ്പോൾ അവിടെ 2 molecule of ATP release ആവുന്നുണ്ട്. It is happening in the presence of pyruvate kinase. Pyruvate kinase-ന്റെ പ്രസൻസിൽ, ആ ഒരു എൻസൈമിന്റെ പ്രസൻസിലാണ് ആക്ച്വലി ഇവിടെ phosphoenol pyruvate ആയിട്ട് കൺവേർട്ട് ആയി പോകുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ പറയുന്നത് ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, phosphoenol pyruvate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇറിവേഴ്സിബിൾ ആണ്. അതുപോലെ നമ്മുടെ ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ്, ആ ഒരു കൺവേർഷനും ഇറിവേഴ്സിബിൾ ആണ്. അപ്പൊ അതുപോലെ ഫ്രക്ടോസ് 1,6-bisphosphate സ്പ്ലിറ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ അതും ഇറിവേഴ്സിബിൾ ആണ്. സോ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഗ്ലൈക്കോളിസിസ്? ഇറ്റ് ഈസ് ആക്ച്വലി സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് ആണല്ലോ. സീക്വൻസ് ഓഫ് റിയാക്ഷൻ ആണ്. ഗ്ലൂക്കോസ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു പൈറുവേറ്റ് ഓർ ലാക്ടേറ്റ് along with the production of ATP അല്ലെ. അപ്പൊ ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജന് അയറോബിക് അല്ലെങ്കിൽ അനയറോബിക് കണ്ടീഷനിൽ കൺവേർഷൻ നടക്കുകയാണ് അല്ലെ. പൈറുവേറ്റ് ലാക്ടേറ്റ് എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ. അതായത് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഓക്സിജന്റെ പ്രസൻസിൽ നമുക്ക് 2 എൻഡ് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് അല്ലെ. ഞാൻ ഒന്നും കൂടി പറയാം കേട്ടോ. അപ്പൊ എന്തൊക്കെയെന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഹെക്സോകൈനേസ് ഗ്ലൂക്കോകൈനേസിന്റെ പ്രസൻസിൽ ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആട്ടോ. ഗ്ലൂക്കോസ് 6-phosphate ആണ്. അതുപോലെ എനർജി ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ATP ഇതിൽ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ, ഇൻവെസ്റ്റ് ചെയ്യണം. 2 ATPs will be invested in this step. Actually what is happening means glucose is undergoing phosphorylation എന്ന് പറഞ്ഞ പ്രോസസ് undergo ചെയ്തിട്ട് in the presence of hexokinase അല്ലെങ്കിൽ glucokinase in the presence it is converted to glucose 6-phosphate. Okay, glucose 6-phosphate undergoes isomerization in presence of phosphohexose isomerase. Phosphohexose isomerase in the presence glucose 6-phosphate is converted to fructose 6-phosphate, and this fructose 6-phosphate is converted into fructose 1,6-bisphosphate. Okay, ഇവിടെയും ഈ പറഞ്ഞ പോലെ 2 ATP will be invested, and in the presence of phosphofructokinase the fructose 6-phosphate is converted to fructose 1,6-bisphosphate. Okay, അതിനുശേഷം ആക്ച്വലി സ്പ്ലിറ്റിംഗ് ഫേസ് ആണ് നടക്കുന്നത് കേട്ടോ. അതായത് ഫ്രക്ടോസ് 1,6-bisphosphate അതുപോലെ ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് കേട്ടോ ഈ ഒരു കൺവേർഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഫ്രക്ടോസ് ഇസ് അഗെയിൻ കൺവേർട്ടഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൾട്ടോലേസ് ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻടു ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ആൻഡ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് ഫോം ചെയ്യാണ് കേട്ടോ. 2 പ്രൊഡക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഫ്രക്ടോസ് 1,6-bisphosphate സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate അതുപോലെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു റിയാക്ഷൻ 2 പ്രൊഡക്റ്റ് എന്ന് പറയില്ല, അത് ഇന്റർ കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്റർ കൺവേർട്ടബിൾ ആയിട്ടുള്ള 2 പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഡൺ ഇൻ ദ പ്രസൻസ് ഓഫ് ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ട്രയോസ് ഐസോമറേസ് എന്നാണ് ഈ ഒരു എൻസൈമിന്റെ പ്രോസസ്സിലാണ് ഈ ഒരു ഇന്റർ കൺവേർഷൻ നടക്കുന്നത്. അപ്പൊ ഫോം ആയിട്ടുള്ള ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate is converted into 1,3-bisphosphoglycerate along with the release of 2 NADH. ഒരു 2 NADH അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate it is converted into 1,3-bisphosphoglycerate in the presence of glyceraldehyde 3-phosphate dehydrogenase. Okay, ഈ എൻസൈമിന്റെ പ്രസൻസിലാണ് ഈ ഒരു കൺവേർഷൻ നടക്കുന്നത്. നെക്സ്റ്റ് റിയാക്ഷൻ ബിറ്റ്വീൻ ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ് ആൻഡ് 1,3-bisphosphoglycerate results in the formation of 3-phosphoglycerate along with release or generation of 2 ATP. ഈ ഒരു സ്റ്റെപ്പിൽ 2 ATP ഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് കൺസിഡർഡ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ് ഇവിടെ റിയാക്ഷൻ. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ 2 ATP ജനറേറ്റ് ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ 3-phosphoglycerate 2-phosphoglycerate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ്. ഓക്കെ, ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസിന്റെ പ്രസൻസിൽ 3-phosphoglycerate 2-phosphoglycerate ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. Again, this 2-phosphoglycerate will be converted into high energy compound phosphoenol pyruvate. Phosphoenol pyruvate ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. Then the final step is that phosphoenol pyruvate undergoes reaction with pyruvate. അതായത് phosphoenol pyruvate is reactive with pyruvate kinase and
release the product pyruvate. അതും irreversible ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണ്. And there will be generation of 2 ATP. അപ്പോൾ ലാസ്റ്റ് 3 സ്റ്റെപ്സ് ആണുള്ളത്. എനർജി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, സ്പ്ലിറ്റിംഗ് ഫേസ് ഉണ്ട്, എനർജി ജനറേഷൻ ഫേസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗ്ലൈക്കോളിസിസിൽ വരുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ക്രെബ്സ് സൈക്കിൾ. അപ്പൊ നമ്മുടെ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രെബ്സ് സൈക്കിൾ ആണ്. ഇറ്റ് ഇസ് അതർവൈസ് നോൺ ആസ് tricarboxylic acid cycle or TCA cycle or citric acid cycle. അപ്പൊ 3 പേരല്ലത് കേട്ടോ. Krebs cycle, TCA cycle or citric acid cycle. അങ്ങനെ 3 പേരുണ്ട് നമുക്ക് കേട്ടോ. എന്തൊക്കെയായിരുന്നു? Krebs cycle ഉണ്ട്, TCA അല്ലെങ്കിൽ tricarboxylic acid cycle or citric acid cycle. ഇതെന്താണ് ആക്ച്വലി? ഇറ്റ് ഇസ് എ ഫൈനൽ കോമൺ പാത്വേ ഫോർ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റി ആസിഡ്സ് ആൻഡ് മെനി അമിനോ ആസിഡ്സ്. ഓക്കെ, ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ, ഫാറ്റി ആസിഡിന്റെ, അതുപോലെ അമിനോ ആസിഡ്സിന്റെ ഒക്കെ ഒരു ഫൈനൽ കോമൺ പാത്വേ ആണ് ഈ TCA അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എൻ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്ത ഗ്ലൈക്കോളിസിന്റെ എൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പൈറുവിക് ആസിഡ് ആയിരിക്കും അല്ലെ. സോ എൻ പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിക് ആസിഡ്, ദാറ്റ് ഇസ് പൈറുവിക് ആസിഡ്, ഇസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു മൈറ്റോകോൺട്രിയ. ഇപ്പൊ ഫോം ചെയ്തിട്ടുള്ള പൈറുവേറ്റ് എൻ പ്രൊഡക്റ്റ് ആയിട്ട്, അത് ഗ്ലൈക്കോളിസിന്റെ എൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പൈറുവിക് ആസിഡ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ട് ഇൻ ടു മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് അല്ലെങ്കിൽ ലൂസസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ടു ഫോം അസറ്റൈൽ കോയെ. അവിടെ എന്നിട്ട് എന്താ ജനറേറ്റ് ചെയ്യുന്നത്? അസറ്റൈൽ കോയ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യണം. അപ്പോൾ എന്തായിരുന്നു പറഞ്ഞ ഗ്ലൈക്കോളിസിസിലെ എൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റ് ഇസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു മൈറ്റോകോൺട്രിയ ആൻഡ് ഇറ്റ് ലോസസ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവണം. അങ്ങനെ ചെയ്തതിന് ശേഷം അപ്പോൾ അവിടെ എന്താണ് ഫോം ചെയ്യണത്? അസറ്റൈൽ കോയെ. അസറ്റൈൽ കോയ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടായി. ആ ഒരു അസറ്റൈൽ കോയെ പിന്നീട് ക്രെബ്സ് സൈക്കിളിലേക്ക് എൻട്രി ചെയ്യുന്നത്. അങ്ങനെയാണ് ക്രെബ്സ് സൈക്കിൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് കേട്ടോ. സോ അപ്പൊ അവിടെ സ്റ്റാർട്ടിംഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അസറ്റൈൽ കോയ ആയിരിക്കും. ഓക്കെ, ഗ്ലൈക്കോളിസിസിൽ ഫോം ചെയ്തിട്ടുള്ള പൈറുവേറ്റ് മൈറ്റോകോൺട്രിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് അതിന്റെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ CO2 റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. അതാണ് അസറ്റൈൽ കോയ. അസറ്റൈൽ കോയാണ് ക്രെബ്സ് സൈക്കിളിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വന്ന് അത് അങ്ങനെ എൻട്രി ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ അതുപോലെ ഒരു സ്പെഷ്യാലിറ്റി, ക്രെബ്സ് സൈക്കിളിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് about 65 to 70% of ATP is synthesized in Krebs cycle. നമ്മൾ പറയുന്ന ഈ ക്രെബ്സ് സൈക്കിളിലാണ് ഏകദേശം 65 to 70% ഓഫ് ATP എവിടെയാണ് സിന്തസൈസ് ചെയ്യുന്നതെന്ന് അറിയോ? ഈ സിട്രിക് ആസിഡ് സൈക്കിളിലാണ് കേട്ടോ. അപ്പൊ സിട്രിക് ആസിഡിന്റെ വേറെ പേര് എന്തൊക്കെയായിരുന്നു? TCA സൈക്കിൾ അല്ലെങ്കിൽ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിൾ, ഇതൊക്കെയാണ് വേറെ പേര് വരുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ ഫൈനൽ കോമൺ പാത്വേ ഫോർ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റി ആസിഡ്, അമിനോ ആസിഡ്സ്. എന്തൊക്കെ പറഞ്ഞത്? അമിനോ ആസിഡ്സിന്റെ, ഫാറ്റി ആസിഡ്സിന്റെ, കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒക്കെ ഫൈനൽ കോമൺ പാത്വേ ആണ് ഈ ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞത്. അതുപോലെ ഏകദേശം 65 to 70% ഓഫ് ATP സിന്തസൈസസ് ക്രെബ്സ് സൈക്കിൾ. ഓക്കെ, അപ്പൊ ക്രെബ്സ് സൈക്കിൾ ത്രൂ ആണ് ഏകദേശം ഒരു 65 to 70% ATP റിലീസ് ആവണം അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ സിന്തസൈസ് ആവണം കേട്ടോ. അപ്പൊ നമ്മൾ ഗ്ലൈക്കോളിസിസിലെ എൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പൈറുവേറ്റ് മൈറ്റോകോൺട്രിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. then it forms acetyl CoA. അപ്പൊ അവിടെ acetyl CoA ഫോം ചെയ്തു ആൻഡ് Krebs cycle will be carry out. ഓക്കെ, അപ്പൊ ഇവിടെ ആക്ച്വലി എന്താണ് ഈ സൈക്കിൾ നോക്കി നോക്കോ. ആക്ച്വലി ഒരു സൈക്ലിക് പ്രോസസ് ആണ് നമുക്ക് മനസ്സിലാവുന്നില്ല. സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ Krebs cycle. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ സൈക്ലിക് പ്രോസസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടൻസേഷൻ ആണ് കേട്ടോ. ഏതൊക്കെ തമ്മിലാണ് കണ്ടൻസേഷൻ നടക്കുന്നത്? acetyl CoA undergoes condensation with the oxaloacetate. acetyl CoA oxaloacetate കൂടി കണ്ടൻസേഷൻ നടക്കുകയാണ്. and there will be formation of citrate in the presence of citrate synthase. Citrate synthase in the presence of acetyl CoA condensation condensed with oxaloacetate and results in the formation of citrate. Okay, അതിനുശേഷം ഒരു isomerization നടക്കുകയാണ്. Citrate will be converted or isomerized to isocitrate in the presence of acoditase. Acoditase എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഇപ്പൊ നമുക്ക് ഫോം ചെയ്തിട്ടുള്ള സിട്രേറ്റ് ഇത് ഐസോമറൈസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് അവിടെ കിട്ടുന്നത്? ഐസോസിട്രേറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്. അതിനുശേഷം എന്താ നടക്കുന്നത്? ഐസോ ഫോം ആയിട്ടുള്ള ഐസോസിട്രേറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ്. Okay, isocitrate it is converted into alpha ketoglutarate ആയിട്ട് കൺവേർട്ട് ആണ് in the presence of isocitrate dehydrogenase. Isocitrate dehydrogenase പ്രസൻസിൽ ഇവിടെ ആൽഫ ketoglutarate ഫോം ചെയ്തു. അതിനുശേഷം this alpha ketoglutarate reacts with alpha ketoglutarate dehydrogenase enzyme and releases the product succinyl CoA. Succinyl CoA അവിടെ റിലീസ് ചെയ്തു and it will be converted into succinate in the presence of succinate thiokinase. പിന്നെ
അതിനുശേഷം ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അതായത് സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ആയിട്ട് കൺവേർട്ട് ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. ഫ്യൂമറേറ്റ് അഗൈൻ കൺവേർട്ട് എൽ മാലേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഫ്യൂമറേസ്. അഗൈൻ ഓക്സിഡേഷൻ നടക്കുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് എമാലേറ്റ് ഡീഹൈഡ്രോജനേസ്. എൽ മാലേറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഓക്സാലോ അസിറ്റേറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്രബ് സൈക്കിൾ വരുന്നത് കേട്ടോ. അപ്പം കുറച്ച് കൺഫ്യൂസിങ് ആണ്, ബട്ട് ഈസി ആണ് കേട്ടോ. അസിറ്റൈൽ കോയെയും ഓക്സാലോ അസിറ്റേറ്റും കണ്ടൻസ് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് സിട്രേറ്റ് സിന്തേസിന്റെ പ്രസൻസിൽ. ഓക്കെ, അങ്ങനെ അവിടെ എന്താണ് റിലീസ് ചെയ്യുന്ന സിട്രേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. അത് ഐസോമറൈസേഷൻ ചെയ്തിട്ട് ഐസോസിട്രേറ്റ് ആയിട്ട് ഫോം ഇൻ ദ പ്രസൻസ് ഓഫ് അക്കോണിറ്റീസ്. ഈ എൻസൈംസിന്റെ പേരൊക്കെ നല്ലോണം നോട്ട് ചെയ്ത് വെക്കുക. അതായത് സൈക്കിൾ അത്രയ്ക്ക് ഓർക്കണം എന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ സിട്രിക് ആസിഡിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്നൊന്നും ചോദിക്കില്ല. ഒരു മെയിൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ എൻസൈം ഏതൊക്കെയാണ്, എവിടെയാണ് ഈ എൻസൈം പ്രസന്റ് ആയിട്ടുള്ളത്, ഈ എൻസൈം അതായത് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ക്രബ് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മെയിൻ എൻസൈംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കൂടുതൽ. അല്ലാതെ ഈ തിയറി പോലെ ഈ സൈക്കിൾ കണ്ടുപിട്ട് ഈ സൈക്കിൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഓർത്ത് വെച്ചില്ലെങ്കിലും ഏതൊരു എൻസൈം യൂസ് ചെയ്തിട്ടാണ് കൺവേർഷൻ നടക്കുന്നത്, അതുപോലെ ഈ എൻസൈംസ് എവിടെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ക്രബ് സൈക്കിളിന്റെ വേറെ പേര് എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതുക. അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഈ ക്രബ് സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അസിറ്റൈൽ കോയയും ഓക്സാലോ അസിറ്റേറ്റ് കൂടി കണ്ടൻസേഷൻ നടക്കുകയാണ് അല്ലെ. കണ്ടൻസ് ചെയ്തിട്ട് സിട്രേറ്റ് സിന്തേസിന്റെ പ്രസൻസ് സിട്രേറ്റ് form ചെയ്യാണ്. സിട്രേറ്റ് it is isomerized to isocitrate in the presence of aconites. Isocitrate is converted into alpha ketoglutarate in the presence of isocitrate dehydrogenase. Alpha ketoglutarate is again converted to succinyl-CoA in the presence of alpha ketoglutarate dehydrogenase. Succinyl-CoA is converted into succinate in the presence of succinate thiokinase, and succinate reacts with succinate dehydrogenase and release in the product of fumarate. Fumarate is converted to L-malate in the presence of fumarase enzyme, and malate dehydrogenase helps in the conversion of L-malate to oxaloacetate. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സ് വരുന്നത് കേട്ടോ. This is all about the Krebs cycle. Moving to next slide. ഇവിടെ ആക്ച്വലി റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഇസ് കാറ്റലൈസ്ഡ് ബൈ അതായത് ഐസോമറൈസേഷൻ നടക്കുന്നത് ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ്. അതായത് നിങ്ങൾ ആക്ച്വലി ഒരു ട്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ സിട്രേറ്റ് ഉണ്ടാവണമെങ്കിൽ സിട്രേറ്റ് സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈം വേണം. അപ്പോൾ ഐസോസിട്രേറ്റ് ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടായി അല്ലേ. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യണം. അത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാത്തിൻ്റെ ഒരു ടെയില് പോലെ ഡീഹൈഡ്രോജനേസ് എന്ന് ഓർത്ത് വെച്ചോളൂ. അതാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് ആക്ച്വലി ഇവിടെ ഒരു റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഐസോസിട്രേറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീഹൈഡ്രോജനേസ് യൂസ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് നടക്കണേ. അപ്പം ഇനി അടുത്തത് പറയുമ്പോൾ ആൽഫ കെറ്റോഗ്ലൂട്ടാറേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ പ്രസൻസിലാണ് സക്സിനൽ കോയ നടക്കണേ. അങ്ങനെ ഒരു ലിങ്ക് വെച്ച് പഠിക്കാൻ മാക്സിമം നോക്കൂ. എങ്ങനെ ലിങ്ക് ഒക്കെ വെച്ചിട്ട് ഒന്നുകൂടി ഈസി ആക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഇറ്റ് ഇസ് കാറ്റലൈസ്ഡ് ബൈ ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. ഓൾ ദ എൻസൈം വിച്ച് ഇസ് യൂട്ടിലൈസ്ഡ് ഇൻ TCA cycle are located in mitochondrial matrix. ഓക്കെ, ഇതിലുള്ള എല്ലാ എൻസൈം എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലാണ് അവൈലബിൾ, അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലാണ്. അതുപോലെ ഈ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ എനർജി മാത്രമല്ല സപ്ലൈ ചെയ്യുന്നത്, ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് മെനി ഇന്റർമീഡിയറ്റ്സ് റിക്വയർഡ് ഫോർ ദി സിന്തസിസ് ഓഫ് അമിനോ ആസിഡ്, ഗ്ലൂക്കോസിൻ. അതായത് ഈ പറഞ്ഞ അമിനോ ആസിഡിന്റെ ഗ്ലൂക്കോസിന്റെ ഹീമിന്റെ ഒക്കെ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള കുറെ ഇന്റർമീഡിയറ്റ്സും ഈ TCA സൈക്കിൾ ത്രൂ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനർജി മാത്രമല്ല ഈ സിട്രിക് സൈക്കിൾ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സിട്രിക് ആസിഡ് ത്രൂ എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ അമിനോ ആസിഡ്സിന്റെ ഗ്ലൂക്കോസിന്റെ ഹീമിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള കുറെ ഇന്റർമീഡിയറ്റ്സും നമുക്ക് ഈ സിട്രിക് ആസിഡ് സൈക്കിൾ ത്രൂ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എൻസൈംസ് ഒക്കെ TCA സൈക്കിളിലുള്ള കുറെ എൻസൈംസ് ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ അതൊക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കണം, മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലാണ് ഈ പറഞ്ഞ എൻസൈംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇറ്റ് നോട്ട് ഓൺലി സപ്ലൈസ് എനർജി സപ്ലൈ ചെയ്യാന്ന് മാത്രമല്ല TCA സൈക്കിൾ ചെയ്യുന്നത്, ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് മെനി ഇന്റർമീഡിയറ്റ്സ്. അതായത് കുറെ ഇന്റർമീഡിയറ്റ്സ് എന്താ ആക്ച്വലി ചെയ്യണം, വിച്ച് ഇസ് റിക്വയർഡ് ഫോർ ദ സിന്തസിസ് ഓഫ് അമിനോ ആസിഡ്സ്, ഗ്ലൂക്കോസ് ഓർ ഹീം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എനർജറ്റിക്സ് ആട്ടോ. അപ്പൊ സിട്രിക് ആസിഡ് സൈക്കിളിന്റെ എനർജറ്റിക്സ് നോക്കുമ്പോഴത്തേക്കും ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ ഓഫ് അസിറ്റൈൽ കോയ ത്രൂ സിട്രിക് ആസിഡ് സൈക്കിൾ, അതായത് ഓക്സിഡേഷൻ ഓഫ് അസിറ്റൈൽ കോയ ത്രൂ എന്താണ് നമുക്ക് കിട്ടുന്നത്, 4 റെഡ്യൂസിങ് ഇക്വാലൻസ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. വി ആർ ഗെറ്റിംഗ് അബൌട്ട് 4 റെഡ്യൂസിങ് ഇക്വാലൻസ്. അതായത് 3
എന്ന് പറയുന്നത് NADH ആയിട്ടും ഒരു FADH2 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ആസറ്റൈൽ കോയ എന്ന് പറയുമ്പോഴത്തേക്കും 4 റെഡ്യൂസിങ് ഇക്വാലൻസ് ആയിട്ടുള്ള നമുക്ക് ടോട്ടലി കിട്ടുന്ന 4 റെഡ്യൂസിങ് ഇക്വാലൻസ് ആണ്. അതിൽ 3 എന്ന് പറയുന്നത് 3 ഇക്വാലൻസ് ആയിട്ടുള്ളത് NADH-ഉം 1 ആസ് FADH2 ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ ഈ 3 NADH ഉണ്ടല്ലോ, അത് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് 9 ATP. 9 ATP മോളിക്യൂൾ ആണ് നമുക്ക് ഈ പറഞ്ഞ 3 ഇക്വാലൻസ്, അതായത് 3 NADH നമുക്ക് കിട്ടുന്ന ഓക്സിഡേഷൻ കിട്ടുന്നത് 9 ATP ആയിരിക്കും. വേറാസ് FAD ഈ സെക്കൻഡ് വൺ, അതായത് സെക്കൻഡ് ഇക്വലന്റ് ആയിട്ടുള്ള FADH2 നമുക്ക് 2 മോളിക്യൂൾസ്, അതായത് ATP മോളിക്യൂൾസ് ആണ് കിട്ടുന്നത് കേട്ടോ. അതായത് ഓക്സിഡേഷൻ ഓഫ് അസറ്റൈൽ കോയ ത്രൂ സിട്രിക് ആസിഡ് സൈക്കിളിൽ നമുക്ക് 4 റെഡ്യൂസിങ് ഇക്വലൻസ് കിട്ടുന്നുണ്ട്. അതായത് അസറ്റൈൽ കോയെ ഓക്സിഡൈസ് ചെയ്യാണ്ട് സിട്രിക് ആസിഡ് സൈക്കിൾ എന്താണ് ആക്ച്വലി നടക്കുന്ന, അസറ്റൈൽ കോയുടെ സ്റ്റാർട്ടിംഗ് പ്രൊഡക്റ്റ് അത് ഓക്സിഡൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും 4 റെഡ്യൂസിങ് ഇക്വലൻസ്, 4 റെഡ്യൂസിങ് ഇക്വലൻസ് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ 3 ഇക്വലൻസ് എന്ന് പറയുന്നത് NADH-ഉം 3 ഇക്വലൻസ് എന്ന് പറയുന്നത് NADH-ഉം ഒരെണ്ണം എന്ന് പറയുന്നത് FADH2 ആണ്. ഒരു അതായത് ഫസ്റ്റ് വന്ന 3 NADH അല്ലേ, അത് ഓക്സിഡൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 9 മോളിക്യൂൾസ്, അതായത് 9 ATP റിലീസ് ചെയ്യുന്നുണ്ട്. വേറാസ് 1 FADH2 റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് 2 ATP. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇപ്പം 10 11 അല്ലെ. അതുപോലെ ഇതിനകത്ത് അതായത് ഈ ഇക്വലൻസ് അല്ലാതെ മൊത്തം 4 റെഡ്യൂസിങ് ഇക്വലൻസ് ഉണ്ട് പറഞ്ഞത്, അതിൽ 3 NADH-ഉം ഒരെണ്ണം FADH2 ആണ്. 3 NADH നമുക്ക് 9 ATP-യും FADH2 2 ATP-യും കിട്ടുന്നത്. അപ്പൊ മൊത്തം 11 ആയി. അതിനുശേഷം ഇതല്ലാതെ ഒരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ കൂടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മൊത്തത്തിൽ ഒരു അസറ്റൈൽ കോയയിൽ 12 ATP മോളിക്യൂൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 12 ATP ആർ പ്രൊഡ്യൂസ് ഫ്രം 1 അസറ്റൈൽ കോയ. ഒരു അസറ്റൈൽ കോയ ഓക്സിഡൈസ് ചെയ്യുമ്പോഴത്തേക്കും 4 റെഡ്യൂസിങ് ഇക്വലൻസ് ഉണ്ടാവുന്നുണ്ട്. 3 എണ്ണം NADH ആണ്. ആ 3 എണ്ണം ഓക്സിഡൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 9 ATP കിട്ടുന്നുണ്ട്. പിന്നെ പറഞ്ഞത് FADH2 ആണ്. FADH2 ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ATP കിട്ടുന്നുണ്ട്. അപ്പൊ ടോട്ടൽ 11 ആണ്. ഇതൊന്നും അല്ലാതെ അവിടെ ഒരു 1 സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷനും കൂടി അണ്ടർഗോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടലി ഒരു അസറ്റൈൽ കോയിൽ വി ആർ ഗെറ്റിംഗ് അബൌട്ട് 12 ATP. ഇതാണ് സിട്രിക് ആസിഡ് സൈക്കിളിന്റെ എനർജറ്റിക്സ് പറയുമ്പോൾ ഇത്രയാണ് പറയാനുള്ളത് കേട്ടോ. So നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിൾ കഴിഞ്ഞു, ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് HMP shunt pathway or hexose monophosphate pathway. It is otherwise known as pentose phosphate pathway. Okay, അപ്പോൾ HMP shunt pathway അല്ലെങ്കിൽ hexose monophosphate pathway, pentose phosphate pathway ഇതൊക്കെയാണ് വേറെ പേരുകൾ വരുന്നത് കേട്ടോ. ആക്ച്വലി ഇറ്റ് ഇസ് എ മെറ്റബോളിക് പാത്വേ പാരലൽ ടു ഗ്ലൈക്കോളിസിസ്. ഓക്കെ, അതുപോലെ ഇതിൽ it produces NADPH and pentose sugar. Okay, it produces NADPH and pentose sugar, and the rate limiting enzyme is glucose 6-phosphate dehydrogenase or G6PD എന്ന് കൂടെ പേരുണ്ട് കേട്ടോ. ഗ്ലൂക്കോസ് 6-phosphate dehydrogenase സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് G6PD എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6-phosphate ആണ്. ഗ്ലൂക്കോസ് 6-phosphate is converted into 6-phosphogluconolactone in the presence of NADP dependent enzyme glucose 6-phosphate dehydrogenase. പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ട്. Glucose 6-phosphate will be converted into 6-phosphogluconolactone. Phosphogluconolactone ആണ്. It is happening in the presence of glucose 6-phosphate dehydrogenase G6PD. Okay, then this formed product 6-phosphogluconolactone will be converted into 6-phosphogluconate. ശ്രദ്ധിക്കണം, ഫസ്റ്റ് ലാക്ടോൺ ആയിരുന്നു, ഇവിടെ ഗ്ലൂക്കോണേറ്റ് ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ഗ്ലൂക്കോണോലാക്ടോൺ ഹൈഡ്രോളേസ്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഫോം ചെയ്ത 6-phosphogluconate റിയാക്ട് വിത്ത് ഫോസ്ഫോഗ്ലൂക്കോണേറ്റ് ഡീഹൈഡ്രോജനേസ്. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ NADP ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഫോസ്ഫോഗ്ലൂക്കോണേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ പ്രസൻസിൽ ഫോം ആയിട്ടുള്ള ഗ്ലൂക്കോണേറ്റ് 6-phosphogluconate will be converted into pentose sugar ribulose 6-phosphate നമ്മൾ ഫോം ചെയ്യുകയാണ്. അപ്പം നമ്മുടെ pentose sugar ആയിട്ടുള്ള റൈബുലോസ് ഫോസ്ഫേറ്റ് ഇവിടെ ഫോം ചെയ്യുകയാണ്. അത് 6-phosphogluconate in the presence of phosphogluconate dehydrogenase Mg2+ ഡിപ്പെൻഡന്റ് ആണ്. അതുപോലെ NADP ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ കൺവേർഷൻ ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ നമുക്ക് റൈബുലോസ് ഫോസ്ഫേറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു ഓക്സിഡേറ്റീവ് ഫേസ് ആണ്. നോൺ ഓക്സിഡേറ്റീവ് ഫേസ് ഉണ്ട്, അതിനകത്ത് 7 കാർബൺ 5 കാർബൺ 3 കാർബൺ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. ആക്ച്വലി HMP shunt pathway എന്ന് പറയുന്ന NADPH അതുപോലെ പെൻഡോസ് ഷുഗറിന്റെ ഫോർമേഷൻ നടക്കുന്ന ഒരു പാത്വേ ആണ്. അതുപോലെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6-phosphate റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6-phosphate ഡീഹൈഡ്രോജനേസ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അതായത് റൈബുലോസ് 6-phosphate പിന്നെ നോൺ ഓക്സിഡേറ്റീവ് ഫേസിലേക്ക് പോകുന്നുണ്ട്, വീണ്ടും
കുറെ കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് എൻ പ്രൊഡക്റ്റ് പറയുന്നത് പെൻഡോസ് ഷുഗർ ആണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പാത്ത് വേ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആണ്. ആക്ച്വലി ഒരു ഡയറക്ട്ലി എ ടി പി നോ എ ടി പി ഇസ് ഡയറക്ട്ലി യൂട്ടിലൈസ്ഡ് ഓർ പ്രൊഡ്യൂസ്. ഈ HMP പാത്ത് വേയിൽ ഒരു കാര്യം പറയുമ്പം ATP ഡയറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. അതുപോലെ ഈ HMP ഷണ്ടിന് ആവശ്യമായിട്ടുള്ള എല്ലാ എൻസൈം സൈറ്റോസോളിലാണ് പ്രസന്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ സ്റ്റാർട്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആണ്. റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് G6PD ആണ്. അതുപോലെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക പ്രൊഡ്യൂസ് ചെയ്യുക ATP ഒന്നും ATP ഡയറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക HMP പാത്വേയിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. ഇതിൽ യൂസ് ചെയ്യുന്ന എൻസൈം, നമ്മൾ കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈംസ് ഒക്കെ എവിടെ പ്രസന്റ് ആയിട്ടുള്ള സൈറ്റോസോളിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. അതുപോലെ ലിവർ, അഡിപ്പോസ്റ്റ്, അഡ്രീനൽ, എരിത്രോസൈറ്റ്, ടെസ്റ്റിസ്, ലാക്ടേറ്റിംഗ് മാമറി ഗ്ലാൻഡ്, ഇതിലെല്ലാം ഹൈലി ആക്റ്റീവ് ആണ് HMP ഷണ്ട് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ടിഷ്യൂസിലൊക്കെ ആക്റ്റീവ് ആണ് HMP ഷണ്ട്. ഇതിലൊക്കെയാണ് ലിവറിൽ, അഡിപ്പോസ് ടിഷ്യൂ, അഡ്രീനൽ ഗ്ലാൻഡിൽ, എരിത്രോസൈറ്റ്സിൽ, ടെസ്റ്റിൽ, ലാക്ടേറ്റിംഗ് മാമറി ഗ്ലാൻഡ്സിലൊക്കെ ഈ HMP ഷണ്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് ആണ്, ഹൈലി ആക്റ്റീവ് ആണ്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്ന HMP ഷണ്ട് ഇസ് യൂണിക് ഇൻ ജനറേറ്റ്. 2 പ്രൊഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല. എന്തൊക്കെയാണ്? പെൻഡോസ് ഷുഗറും അതുപോലെ NADPH. അത് ഈ 2 പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ ബയോസിന്തറ്റിക് റിയാക്ഷൻ. അതുപോലെ കുറെ ഫംഗ്ഷൻസിനൊക്കെ ആവശ്യമായിട്ടുള്ള 2 പ്രൊഡക്റ്റ് ഇതൊന്നും നമുക്ക് കിട്ടുന്നുണ്ട്. അത് എന്തൊക്കെയാണ്? പെൻഡോസും അതുപോലെ NADPH അല്ലെ. അപ്പൊ HMP ഷണ്ടിന്റെ പ്രത്യേകത എന്തായിരുന്നു? സ്റ്റാർട്ടിംഗ് പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആണ്. റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ആണ്. ഇതിൽ ആക്ച്വലി ATP ഡയറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എൻസൈം നമ്മുടെ HMP ഷട്ടിൽ യൂസ് ചെയ്യുന്ന എൻസൈംസ് എന്നൊക്കെ പറയുന്നത് സൈറ്റോസോളിലാണ് ഉള്ളത്. ടിഷ്യൂസ് ആയിട്ടുള്ള ലിവർ, അഡിപ്പോസ് ടിഷ്യൂ, അഡ്രീനൽ ഗ്ലാൻഡ്, എരിത്രോസൈറ്റ്സ്, ടെസ്റ്റിസ്, ലാക്ടേറ്റിംഗ് മാമറി ഗ്ലാൻഡ് ഒക്കെ ആക്ച്വലി HMP ഷണ്ട് ഭയങ്കര ആക്റ്റീവ് ആണ് അല്ലെ. ഈ പറഞ്ഞ ടിഷ്യൂസിലൊക്കെ HMP ഷണ്ട് പാത്വേ ഭയങ്കര ഹൈലി ആക്റ്റീവ് ആണ്. അതുപോലെ ഇറ്റ് ഇസ് യൂണിക്. ഈ ഒരു പാത്വേ എന്ന് പറയുന്നത് യൂണിക് ആണ്. കാരണം ഈ 2 പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പെൻഡോസും അതുപോലെ NADPH ആണ്. അപ്പൊ ഈ 2 സംഭവം എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് അല്ലെങ്കിൽ ബയോസിന്തറ്റിക് റിയാക്ഷൻസ് അതുപോലെ പല ഫംഗ്ഷൻസിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പ്രൊഡക്റ്റ് ആണ് ഇതിലൂടെ നമുക്ക് സിന്തസിസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്, ദാറ്റ് ഇസ് G6PD ഡെഫിഷ്യൻസി. പറഞ്ഞ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ G6PD നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ആക്ച്വലി അതൊരു ഇൻഹെറിറ്റഡ് കണ്ടീഷൻ ആണ് കേട്ടോ. അപ്പം ഈ ഒരു എൻസൈം ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഒരു ഇൻഹെറിറ്റഡ് കണ്ടീഷൻ ആണ്. ഈ ഒരു എൻസൈം ഡെഫിഷ്യന്റ് ആണ് ഒരു ബോഡിയിലെങ്കിൽ ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ എൻസൈം എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ RBC ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. G6PD എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. സോ അത് ഡെഫിഷ്യന്റ് ആണ്, അത് ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞ ഡിസീസ് ആണ് ഉണ്ടാകുന്നത്. ആക്ച്വലി നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു എൻസൈമിന്റെ ഒരു ബോഡിയിൽ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷനാണ് G6PD എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് വെൻ ദ ബോഡി ഡസ് നോട്ട് ഹാവ് ഇനഫ് ഓഫ് ആൻ എൻസൈം. നമ്മുടെ ബോഡിയിൽ ആ G6PD എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ എൻസൈം നമ്മുടെ ബോഡിയിൽ ഇല്ലാതെ വരുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ G6PD ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ശരിക്കും അത് ഉണ്ടെങ്കിലാണ് നമ്മുടെ RBC സെൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അത് ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ഇൻഹെറിറ്റഡ് കണ്ടീഷനാണ്. കറക്റ്റ് ആയിട്ട് എൻസൈം പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അതുണ്ടെങ്കിൽ മാത്രമേ RBC കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ആ എൻസൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. അത് ആക്ച്വലി അവിടെ എന്താ, ഈ എൻസൈം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആക്ച്വലി RBC ഉണ്ടാവുന്നേക്കാൾ, അതായത് ഫോർമേഷൻ സിന്തസിസിനേക്കാൾ അവിടെ ഡീഗ്രഡേഷൻ, RBCയുടെ ഡിസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അവിടെ ശരിക്കും ലാക്ക് ആണ് വരുന്നത് അല്ലെ. സിന്തസിസും അതുപോലെ ഡീഗ്രഡേഷനും അവിടെ പ്രപ്പോർഷണൽ അല്ല. അവിടെ എന്ന് പറയുന്നത് ഡീഗ്രഡേഷൻ സ്പീഡായിട്ട് നടക്കും. സിന്തസിസിനെക്കാട്ടിലും കൂടുതൽ നടക്കും ഡീഗ്രഡേഷൻ ആകുമ്പോൾ ലാക്ക് ആയിട്ട് വരും അല്ലെ. ജനറേഷൻ സിന്തസിസ് ഇല്ല. അത് ഉണ്ടായിട്ടുള്ള സിന്തസിസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള അത് സിന്തസിസ് കൂടെ ഉണ്ടായിട്ടുള്ള G6PD കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉണ്ടാവുന്നത് അത്രയും ഡീഗ്രേഡ് ആയിട്ട് പോകുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അത്രയും ലാക്ക് ആണ് അല്ലെ. അതായത് കുറവാണ് ആ എൻസൈം, അത്രയും ലാക്ക് ആയിട്ട് വരികയാണ്. അങ്ങനെ ലാക്ക് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ RBC കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. നമുക്ക് ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടാവുകയാണ് കേട്ടോ. അപ്പൊ അതാണ് G6PD ഡെഫിഷ്യൻസിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ്
എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ മെറ്റബോളിസം ആണ്. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ എന്താണ്? ആനബോളിസം അല്ലെങ്കിൽ കാറ്റബോളിസം രണ്ടും ചേർന്നതാണ് അല്ലെ മെറ്റബോളിസം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഗ്ലൈക്കോജെനസിസും പഠിക്കാണ്ട് ഗ്ലൈക്കോജനോലൈസിസ് പഠിക്കാണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഗ്ലൈക്കോജെനസിസ് എന്താന്ന് നോക്കാം കേട്ടോ. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോജൻ ഫ്രം ഗ്ലൂക്കോസ് ഇൻ പ്രസൻസ് ഓഫ് ഗ്ലൈക്കോജൻ സിന്തേസ്. ഗ്ലൈക്കോജൻ സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ പ്രസൻസിൽ നമ്മൾ ഗ്ലൈക്കോജനെ സിന്തസൈസ് ചെയ്യണം. ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോജനെ സിന്തസൈസ് ചെയ്യുന്ന, അതായത് ഗ്ലൈക്കോജൻ സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ പ്രസൻസിൽ നമ്മൾ ഗ്ലൈക്കോജനെ സിന്തസിസ് ചെയ്യാണ് ഫ്രം ഗ്ലൂക്കോസ്. ആ ഒരു പ്രോസസ്സിനാണ് ഗ്ലൈക്കോജെനസിസ് എന്ന് പറയുന്നത്. ജെനസിസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാലോ, ഫോർമേഷൻ ആണ് അല്ലെ. ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോജൻ. എവിടുന്ന് നമ്മൾ ഉണ്ടാക്കണേ? ഗ്ലൂക്കോസിൽ നിന്ന് അല്ലെ. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദി പ്രസൻസ് ഓഫ് ഗ്ലൈക്കോജൻ സിന്തേസ്. ഇറ്റ് ഈസ് ഒക്കറിങ് ഇൻ ദി പ്രസൻസ് ഓഫ് എൻസൈം ഗ്ലൈക്കോജൻ സിന്തേസ്. അപ്പൊ ഇവിടെ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ സിന്തേസ് തന്നെയാണ്. ആൻഡ് ദിസ് ഇസ് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോസോൾ. ഗ്ലൈക്കോജെനസിസ് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ സൈറ്റോസോൾ. അപ്പൊ നമുക്ക് റിയാക്ഷൻ എന്താ നോക്കാം കേട്ടോ. അപ്പം ഗ്ലൈക്കോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഇസ് എ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോജൻ ഫ്രം ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസിൽ നിന്നാണ് നമ്മൾ ഗ്ലൈക്കോജൻ സിന്തസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്ലൈക്കോജൻ സിന്തേസ്. ആ ഒരു പ്രോസസ്സിനെ, ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോജനെ സിന്തസൈസ് ചെയ്യുന്ന, അതായത് ഗ്ലൈക്കോജൻ സിന്തേസിന്റെ പ്രസൻസിൽ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോജെനസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ടേക്കിംഗ് സൈറ്റോസോളിലാണ് നടക്കുന്നത്. റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ സിന്തേസ് ആണ്. അപ്പൊ നമുക്ക് പാത്ത് വേ എന്താ നോക്കാം കേട്ടോ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്. നമ്മൾ പറഞ്ഞോളൂ, സ്റ്റാർട്ടിംഗ് പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ് ആയിരിക്കും. ഈ ഗ്ലൂക്കോസ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു ഗ്ലൂക്കോസ് ഇസ് ഫോസ്ഫേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹെക്സോകൈനേസ്. മസിൽസിലാണെങ്കിൽ ഹെക്സോകൈനേസ് ആണ്, ലിവറിലാണെങ്കിൽ ഗ്ലൂക്കോകൈനേസിന്റെ പ്രസൻസിലാണ് ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻടു ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് reacts with phosphoglucomutase and there will be formation of glucose 1 phosphate. Okay, glucose 1 phosphate ഉണ്ടായി. അതിനുശേഷം it reacts with UTP glucose pyrophosphatase and there will be formation of UDP glucose. Okay, glucose 1 phosphate reacts with UDP glucose pyrophosphatase and there will be formation of UDP glucose. Okay, glucose 1 phosphate is converted into UDP glucose in the presence of UDP glucose pyrophosphatase and glycogen synthase in the presence UDP glucose is converted into glucosyl units ആയിട്ട് മാറുകയാണ് കേട്ടോ. അതിനുശേഷം ബ്രാഞ്ചിങ് എൻസൈമിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ഗ്ലൈക്കോജൻ രണ്ട് ലിങ്കേജ് പോലെ, അതായത് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച്ഡ് ട്രീ ഷേപ്ഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആൽഫ 1 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ത്രൂവും അതുപോലെ ആൽഫ 1 ഗ്ലൂക്കോസൈൽ യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഫോം ചെയ്ത് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് ഫോം ചെയ്യുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹെക്സോകൈനേസ് and glucokinase. ഹെക്സോകൈനേസിന്റെയും ഗ്ലൂക്കോകൈനേസിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസിനെ നമ്മൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് is converted into glucose 1 phosphate in the presence of phosphoglutamutase and this glucose 1 phosphate is converted into UDP glucose in the presence of UDP glucose pyrophosphatase. അതിനുശേഷം ഗ്ലൈക്കോജൻ സിന്തേസിന്റെ പ്രസൻസിൽ നമുക്ക് ഗ്ലൂക്കോസൈൽ യൂണിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷം ബ്രാഞ്ചിങ് എൻസൈമിന്റെ ഹെൽപ്പോട് കൂടി ബ്രാഞ്ച് ട്രീ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്ലൈക്കോജൻ രണ്ട് ഗ്ലൂക്കോസൈൽ യൂണിറ്റ്സ് ആയത് രണ്ട് ലിങ്കേജസ് വരുന്ന ഗ്ലൈക്കോജൻ ബ്രാഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട്, ഗ്ലൈക്കോജൻ യൂണിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇറ്റ് വിൽ ബി ഹാവിംഗ് രണ്ട് ലിങ്കേജ് പോലെയുള്ള രണ്ട് യൂണിറ്റ്സ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അതായത് രണ്ട് ടൈപ്പ് ബോണ്ട് ഉള്ള ആൽഫ 1 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉള്ളതും ആൽഫ 1 ഗ്ലൂക്കോസൈൽ യൂണിറ്റ് ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഒരു ഗ്ലൈക്കോജൻ നമുക്ക് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത് കേട്ടോ ഗ്ലൈക്കോജെനസിസിൽ. അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ആയിരിക്കും, സ്റ്റാർട്ടിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആയിരിക്കും. ടേക്കിംഗ് പ്ലേസ് സൈറ്റോസോളിലാണ് നടക്കുന്നത്. റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ, റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ സിന്തേസ് ആണ്. ഗ്ലൈക്കോജൻ സിന്തേസിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോജൻ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോജെനസിസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഗ്ലൈക്കോജെനോലൈസിസ്. അതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്ലൈക്കോജന്റെ ലൈസിസ് ആണ്, ഡീഗ്രഡേഷൻ നടക്കണേ അല്ല. So it is defined as the degradation of stored glycogen in liver and muscle constitute glycogenolysis. അതായത് സ്റ്റോർ ആയിട്ടുള്ള ലിവറിലും മസിലും സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കോജന്റെ ഡീഗ്രഡേഷൻ, അതിനെയാണ് നമ്മൾ ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് എൻസൈം വിൽ ബി പ്രസന്റ് ഇൻ ദ സൈറ്റോസോൾ ടു ക്യാരി ഔട്ട് ഗ്ലൈക്കോജനോലൈസിസ്. അപ്പൊ ഇവിടെ ഉള്ള അതായത് ക്യാരി ഔട്ട് ചെയ്യുന്ന എൻസൈംസ് ഉണ്ടല്ലോ, എൻസൈംസ് ആണ് ക്യാരി ഔട്ട് ചെയ്യണം.
ആ പർട്ടിക്കുലർ സെറ്റ് എന്ന് പറയുന്നത് സൈറ്റോസോളിലാണ് ഉണ്ടാവുന്നത്. ഗ്ലൈക്കോജൻ ഈസ് ഡീഗ്രേഡഡ് ബൈ ബ്രേക്കിംഗ് α1,4 ആൻഡ് α1,6 ഗ്ലൈക്കോസിഡിക് ബോൺസ്. അപ്പം ഈ ഇവിടെ ആക്ച്വലി ഇവിടെ ബ്രേക്കേജ് നടക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലൈക്കോസിഡിക് ബോൺസിൽ ബ്രേക്കേജ് നടന്നിട്ടാണ് ഗ്ലൈക്കോജൻ സ്പ്ലിറ്റ് ആയിട്ട് മാറുന്നത് കേട്ടോ. അപ്പം അത് ത്രൂ ഈ രണ്ട് ബോണ്ട് ത്രൂ ആണല്ലോ നമ്മുടെ ഗ്ലൈക്കോജൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഡീഗ്രഡേഷൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ബോണ്ടിന്റെയും ബ്രേക്കേജ് നടന്നിട്ടാണ് ഡീഗ്രഡേഷൻ നടക്കുന്നത്. റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ഫോസ്ഫോ റിലീസ് ആണ്. ഗ്ലൈക്കോജൻ ഫോസ്ഫോ റിലീസിന്റെ പ്രസൻസിലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത്. അപ്പോൾ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ഫോസ്ഫോ റിലീസ്. പക്ഷേ ഇത് ആക്ച്വലി ഈസിയാണ് പഠിക്കാൻ. നമ്മൾ പറഞ്ഞപ്പോൾ ഗ്ലൈക്കോജൻ ജനസിസ് പറഞ്ഞതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഗ്ലൈക്കോജൻ ഉണ്ടായി അതിനെ നമ്മൾ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആൻഡ് ദിസ് ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു ഗ്ലൂക്കോസ്. അതായത് ഗ്ലൈക്കോജൻ സിന്തസിസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസിന് ഗ്ലൈക്കോജൻ ഉണ്ടാവുന്നു. ഗ്ലൈക്കോജനോ ലൈസിസ് എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോജൻ ഡീഗ്രേഡ് ചെയ്ത് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഗ്ലൂക്കോസ് ആയിട്ടുണ്ടാവും. അത്രയുള്ള വ്യത്യാസം വരുന്നത്. അപ്പൊ ഗ്ലൈക്കോജൻ ഡീ ബ്രാഞ്ചിങ് എൻസൈമിന്റെ പ്രസൻസിൽ, ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസിന്റെ പ്രസൻസിൽ നമ്മുടെ ബ്രേക്കേജ് നടക്കുകയാണ്. ഗ്ലൈക്കോസിഡ് α1,4 α1,6 ഗ്ലൈക്കോസിഡ് ബോൺസിൽ ബ്രേക്കേജ് നടന്നിട്ട് അവിടെ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ഉണ്ടാവണം. ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റും ഫോസ്ഫോ ഗ്ലൂക്കോ മ്യൂട്ടേസിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു. ദിസ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഈസ് അവിടെ ഫോസ്ഫേറ്റ് റിലീസ് ആവുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആവണം, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവണം, ഫൈനലി ഗ്ലൂക്കോസ് ആയിട്ട് ഫോം ചെയ്യുകയാണ്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഗ്ലൈക്കോജനോ ലൈസിസ്, അതായത് ഗ്ലൈക്കോജനെ ഫൈനലി കൺവേർട്ട് ആയിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് ഫോം ചെയ്യുകയാണ് അല്ലെ. അത് ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഗ്ലൈക്കോജനിലുള്ള α1,4 അല്ലെങ്കിൽ α1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് അല്ലെങ്കിൽ ഫോസ്ഫോ ഗ്ലൂക്കോ മ്യൂട്ടേസിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഈ എൻസൈംസിന്റെ പ്രസൻസിൽ നമ്മൾ ആക്ച്വലി ഗ്ലൈക്കോജനെ ഡീഗ്രേഡ് ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഗ്ലൈക്കോജനോ ലൈസിസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇവിടെ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ്. ശരിക്കും ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. അതായത് അതിന്റെ കൺവേർഷൻ ഈസി അല്ലേ. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നത് ഗ്ലൈക്കോജനോ ലൈസിസ് എന്ന് പറയുന്നു. നമുക്കിപ്പോൾ ഗ്ലൈക്കോജനസിസ് ആണ്. ജനസിസ് എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ആണല്ലേ. അപ്പൊ അതിൽ നിന്ന് ഗ്ലൂക്കോസ് ചെയ്യുന്ന ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവണം, അതിനുശേഷം 1 ഫോസ്ഫേറ്റ് ആവണം, ഗ്ലൈക്കോജൻ. അതായത് മെയിൻ ആയിട്ട് ഇവിടെ വരുന്ന ബോണ്ട് α1,4 α1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഡീ ബ്രാഞ്ചിങ് എൻസൈം യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസിന്റെ പ്രസൻസിൽ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസിസ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. അപ്പൊ അവിടുന്ന് ഗ്ലൈക്കോജനിലെ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആവണോ, ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവണോ, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസിന്റെ പ്രസൻസിൽ അത് പിന്നെ അവിടെ ഫോസ്ഫേറ്റ് റിലീസ് ആയിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് ഫോം ചെയ്യും. ഇതാണ് ഗ്ലൈക്കോജനോ ലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ആണ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് കേട്ടോ. ലാസ്റ്റ് പോർഷൻ ആണ്. അപ്പം ഇതിൽ ഡിസീസ് പറയുമ്പോൾ ഒരു 7 ഡിസീസുകളുണ്ട്. ഇതിൽ 7 ടൈപ്സ് ഉണ്ട്. ഏത് എൻസൈമിന് ഡിഫക്റ്റ് വരുമ്പോഴാണ് ഈ ഡിസീസ് നടക്കണേ, അതുപോലെ ഈ ഒരു ഡിസീസ് വരുമ്പോഴത്തേക്കും ഏതൊക്കെ ഓർഗൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിസീസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ വോൺ ഗീഗേഴ്സ് ഡിസീസ് ആണ്. ടൈപ്പ് 1 ഗ്ലൈക്കോജിനോസിസ് ആണ്. ഓക്കെ, വോൺ ഗീഗേഴ്സ് ഡിസീസ് ടൈപ്പ് 1 ഗ്ലൈക്കോജിനോസിസ്. ഓക്കെ, എൻസൈം എന്ന് പറയുന്നത് ഏത് എൻസൈമിന് ഡിഫക്റ്റ് വരുന്ന ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് എൻസൈമിന് ഡിഫക്റ്റ് വരുമ്പോഴാണ് ഈ ഒരു ടൈപ്പ് ഡിസീസ് വരുന്നത്. ലിവർ, കിഡ്നി, ഇൻറ്റസ്റ്റൈനൊക്കെയാണ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഗ്ലൈക്കോജൻ ഈ ഹെപ്പാറ്റോസൈറ്റ്സിൽ, അതായത് കിഡ്നി ലിവറിലെ പോലുള്ള സെൽസിലൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ലിവർ കിഡ്നിയുടെ എൻലാർജ്മെന്റ് നടക്കുകയാണ് കേട്ടോ. ആ ഒരു ഡിസീസിനെയാണ് നമ്മൾ വോൺ ഗീഗേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഇവിടെ ഫാസ്റ്റിംഗ് ഹൈപ്പോഗ്ലൈസിമിയ, ലാക്ടിക് ആസിഡീമിയ, ഹൈപ്പർലിപ്പിഡീമിയ, കിറ്റോസിസ്, ഗൗട്ടി ആർത്രൈറ്റിസ് ഒക്കെയാണ് വേറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്ന് പോംസ് ഡിസീസ് ആണ്. ഇവിടെ മെയിൻ ആയിട്ട് ഏത് എൻസൈമിനെയാണ് എഫക്ട് ചെയ്യുന്നത് വെച്ചാൽ ലൈസോസോമൽ α1,4 ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഓർഗൻസ് പറയുമ്പോൾ എല്ലാ ഓർഗൻസിനും എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലൈക്കോജൻ അക്യുമുലേഷൻ ലൈസോസോം എല്ലാ ടിഷ്യൂസിലുള്ള ലൈസോസോമിനെ എഫക്ട് ചെയ്യണം. അവിടെ ഗ്ലൈക്കോജൻ അക്യുമുലേറ്റ് ചെയ്യണം. ഹാർട്ടാണ് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. ഇവിടെ ലിവർ, അതുപോലെ ഹാർട്ടൊക്കെ എൻലാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യും. ചില സമയത്തൊക്കെ ഏർലി ഏജിലൊക്കെ, അതായത് നേരത്തെ തന്നെ ഡെത്ത് ഒക്കർ, ഹാർട്ട് ഫെയിലിയർ കാരണം കൊണ്ട് ഡെത്ത് ഒക്കർ ചെയ്യാനുള്ള ചാൻസസും ഈ ഡിസീസ് ഉണ്ട്. പോംസ് ഡിസീസ് എന്ന് പറയുന്ന ലൈസോസോമൽ ഏത് എൻസൈമിന് ഡിഫക്റ്റ് വരുന്ന ലൈസോസോമൽ α1,4 ഗ്ലൂക്കോസിഡേസ് എല്ലാ ഓർഗൻസിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എൻലാർജ് ലിവർ, അതുപോലെ ഹാർട്ട്, നെർവസ് സിസ്റ്റം, അത്
അതായത് ഗ്ലൈക്കോജൻ ലൈസോസോം നമ്മുടെ ടിഷ്യൂവിലുള്ള എല്ലാ ടിഷ്യൂസിലുള്ള ലൈസോസോമിലാണ് മെയിനായിട്ട് ഗ്ലൈക്കോജൻ അക്യുമുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഹാർട്ടിലും ഇൻവോൾവ്ഡ് ആണ്. അതുപോലെ ഇയർലി ഹാർട്ട് ഫെയിലിയർ കാരണം നേരത്തെ മരണപ്പെട്ടു പോകാനുള്ള ചാൻസസും കൂടുതലാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോർഡിസ് ഡിസീസ് ആണ്. അമൈലോ ആൽഫ 1,6 ഗ്ലൂക്കോസിഡേസ് ആണ് എൻസൈം ഡിഫക്റ്റ് പറയുന്നത്. ഡീബ്രാഞ്ചിങ് എൻസൈം ആയിട്ടുള്ള അമൈലോ ആൽഫ 1,6 ഗ്ലൂക്കോസിഡേസിനാണ് ഡിഫക്റ്റ് വരുന്നത്. ലിവർ, മസിൽ, ഹാർട്ട് ല്യൂക്കോസൈറ്റ്സ് ഒക്കെയാണ് ഓർഗൻസ് ഇൻവോൾവ്. നെക്സ്റ്റ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ബ്രാഞ്ച് ചെയിൻ ഗ്ലൈക്കോജൻ അക്യുമുലേറ്റ്സ് ആണ്. ലിവർ എൻലാർജ് ആവുന്നുണ്ട്. സിമിലർ ആണ്, ഏകദേശം വോൺ ഗീഗസ് ഡിസീസിന്റെ ഒക്കെ സിമിലർ ആണ്, പക്ഷെ കുറച്ചുകൂടി മൈൽഡർ കണ്ടീഷൻ ആണ് കേട്ടോ. ഇനി ആൻഡേഴ്സൺ ഡിസീസ് ആണ്. അതിൽ എൻസൈം ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൽ പോസ്റ്റ് ട്രാൻസ്ഫറേസ് ആണ്, ബ്രാഞ്ചിങ് എൻസൈം ആണ്. മോസ്റ്റ് ഇഷ്യൂസിന് ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു റയർ ഡിസീസ് ആണ് കേട്ടോ. അതായത് ഫ്യൂ ബ്രാഞ്ചസിലുള്ള അടുത്ത് മാത്രമാണ് ഗ്ലൂക്കോജൻ വിത്ത് ഓൺലി ഫ്യൂ ബ്രാഞ്ചസ് അക്യുമുലേറ്റ്. ഓക്കെ, അതായത് കുറച്ച് ഫ്യൂ ബ്രാഞ്ചസുള്ള ഗ്ലൈക്കോജൻ മാത്രമാണ് ഇവിടെ അക്യുമുലേറ്റ് ആവുള്ളൂ. റെയർ ഡിസീസ് ആണ്. ലിവർ സിറോസിസ്, അതുപോലെ ലിവർ ഫംഗ്ഷൻ ഇമ്പയർമെന്റ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ എന്തൊക്കെയായിരുന്നു? ആൻഡേഴ്സൺ ഡിസീസിലോ റെയർ ഡിസീസ് ആണ്. ഗ്ലൈക്കോജൻ വിത്ത്, അതായത് കുറച്ച് ബ്രാഞ്ചസ് ഉള്ള ഗ്ലൈക്കോജന്റെ അക്യുമുലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിവർ സിറോസിസ് നടക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ലിവർ ഫംഗ്ഷൻ ഇമ്പയർമെന്റ്, ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് ഫിഫ്ത് ടൈപ്പ് ആണ് സ്മാക്കോഡിൽസ് ഡിസീസ്. ടൈപ്പ് 5 ഗ്ലൈക്കോജിനോസിസ് ആണ് കേട്ടോ. അപ്പം എൻസൈം ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മസിൽ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസിന്റെ എൻസൈം ഡിഫക്റ്റ് കാരണം കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് ആണ് മാക്കാർഡിൽസ് ഡിസീസ് എന്ന് പറയുന്നത്. ഓർഗൻസ് ഇൻവോൾവ് എന്ന് പറയുമ്പോഴത്തേക്കും സ്കെൽറ്റൽ മസിൽ ആണ്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? മസിൽ ഗ്ലൈക്കോജൻ സ്റ്റോഴ്സ് വെരി ഹൈ, നോട്ട് അവൈലബിൾ. നമുക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്തും നോട്ട് അവൈലബിൾ ആണ്. സബ്ജക്ട് കനോട്ട് പെർഫോം സ്ട്രെനസ് എക്സസൈസ്. ഓക്കെ, അതുപോലെ മസിൽസ് ക്രാംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബ്ലഡ് ലാക്ടേറ്റ്, പൈറുവേറ്റ് ഡു നോട്ട് ഇൻക്രീസ് ആഫ്റ്റർ എക്സസൈസ്. ഓക്കെ, അപ്പൊ എക്സസൈസിന് ശേഷത്തേക്കും ഇതിന്റെ ലെവൽസിനൊക്കെ ഇൻക്രീസ് ചെയ്യുക അങ്ങനത്തെ ഒന്നുമില്ല. അതുപോലെ അതായത് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഭയങ്കര കൂടുതലാണ്. എക്സസൈസ് ചെയ്യുന്ന സമയത്തും നോട്ട് അവൈലബിൾ ആണ്. മസിൽ ക്രാംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മസിൽ മേ ഗെറ്റ് ഡാമേജ് ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് എനർജി സപ്ലൈസ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള എനർജി സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡാമേജ് ആവാനും ക്രാംസ് ഉണ്ടാവാനും ഒക്കെ ചാൻസ് ഉള്ള ഒരു ഡിസീസ് ആണ് മാക്കാർഡിൽസ് ഡിസീസ്. മാക്കാർഡിൽസ് ഡിസീസ്. അപ്പം ഇതിന് മെയിൻ ആയിട്ട് വരുന്ന എൻസൈം ഡിഫക്റ്റ് എന്ന് പറയുന്നത് മസിൽ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് ഹേഴ്സ് ഡിസീസ് ആണ്. ഇവിടെ എൻസൈം ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ലിവർ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ആണ്. ലിവറിനെയാണ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എൻലാർജ്മെന്റ് ഓഫ് ലിവർ ഗ്ലൈക്കോജൻ കനോട്ട് ഫോം ഗ്ലൂക്കോസ്. ഓക്കെ, ഇവിടെ എന്താണ് മെയിൻ ആയിട്ട് നടക്കുന്നത് വെച്ചാൽ ലിവർ ഗ്ലൈക്കോജൻ കനോട്ട് ഫോം, അതായത് ലിവർ ഗ്ലൈക്കോജന് ഗ്ലൂക്കോസ് ഫോം ചെയ്യാൻ പറ്റുന്നില്ല. ലിവർ എൻലാർജ്മെന്റ് നടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് അത്ര സീരിയസ് ഡിസീസ് അല്ല എന്നാണ് പറയുന്നത്. മൈൽഡ് ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് കീറ്റോസിസ് ഒക്കെ ഇതിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ദാരൂസ് ഡിസീസ് ആണ്. ഫോസ്ഫോഫ്രക്ടോകൈനേസ് ആണ് എൻസൈം ഡിഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഓർഗൻസ് ഇൻവോൾവ് സ്കെൽറ്റൽ മസിൽ, എറിത്രോസൈറ്റ്സ്, സ്കെൽറ്റൽ മസിൽ അതുപോലെ എറിത്രോസൈറ്റ്സിലൊക്കെയാണ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. മസിൽ ക്രാംസ് ഡ്യൂ ടു എക്സസൈസ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറയുമ്പോൾ മസിൽ ക്രാംസ് ഉണ്ടായിരിക്കും. ബ്ലഡ് ലാക്ടേറ്റ് നോട്ട് എലിവേറ്റഡ്, ബ്ലഡ് ലാക്ടേറ്റ് ഒന്നും എലിവേറ്റ് ആവുന്നില്ല. ഓക്കെ, അത് ഇൻക്രീസ് ആവുന്നില്ല കേട്ടോ. ബ്ലഡ് ലാക്ടേറ്റിന്റെ ലെവലൊന്നും കൂടുന്നില്ല. ഹീമോലൈസിസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ദാരൂസ് ഡിസീസിൽ വരുന്നത്. അപ്പോൾ ഡിസീസ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസിൽ മൊത്തം 7 ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ വോൺ ഗേക്കേഴ്സ് ഡിസീസ് ആണ്, പോംസ് ഡിസീസ്. അപ്പൊ ഇതിൽ ഏതൊക്കെ എൻസൈമിനാണ് ഡിഫക്ട് ചെയ്യുന്നത്, ഏതൊക്കെ ഓർഗൻസിനെയാണ് എഫക്ട് ചെയ്യുന്നത്, അതൊരു ഓൾറെഡി ടേബിൾ വൈസ് ആണ്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഫസ്റ്റ് വൺ വോൺ ഗേക്കേഴ്സ് ഡിസീസ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസിന്റെ എൻസൈം ഡിഫക്ട് കൊണ്ടാണ് ഉണ്ടാവുന്നത്. ലിവർ, കിഡ്നി, ഇൻറ്റസ്റ്റൈനിലാണ് മെയിനായിട്ട് എഫക്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ബോംസ് ഡിസീസ് ആണ്. ലൈസോസോമൽ ആൽഫ 1,4 ഗ്ലൂക്കോസിഡേസിലാണ് മെയിനായിട്ട് അതിന്റെ ഡിഫക്ട് കൊണ്ടാണ് സംഭവിക്കുന്നത്. എല്ലാ ഓർഗൻസിനെയും എഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. കോറിസ് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും അമൈലോ ആൽഫ 1,6 ഗ്ലൂക്കോസിഡേസിന്റെ എൻസൈം ഡിഫക്ട് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ആൻഡ് ഇറ്റ് എഫക്ട്സ് ഓൾ ദ ഓർഗൻസ് ലൈക്ക് ലിവർ, മസിൽ, ഹാർട്ട്, ല്യൂക്കോസൈറ്റ്സ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആൻഡേഴ്സൺ ഡിസീസ് ആണ്. അവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മോസ്റ്റ് ഇഷ്യൂസിനും എഫക്ട് ചെയ്യുന്നുണ്ട്. അത് എൻസൈം ഡിഫക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലൂക്കോസിൽ 4,6 ട്രാൻസ്ഫറേസ് എൻസൈമിനെയാണ് ഡിഫക്ട് വരുന്നത്. മെക്കോർഡിൽസ് ഡിസീസ് പറയുമ്പോൾ മസിൽ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ആണ്. സ്കെറ്റൽ മസിലിനെയാണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. ഹേഴ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ ലിവർ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസിനെയാണ്
തന്നെയാണ് ഡിഫക്റ്റ് വരുന്നത്. ലിവറിനെയാണ് മെയിനായിട്ട് എഫക്ട് ചെയ്യുന്നത്. ലിവർ എൻലാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൈൽഡ് ഹൈപ്പോഗ്ലൈസീമിയ, കീറ്റോസിസ്, പക്ഷെ അത്ര സീരിയസ് ആയിട്ടുള്ള ഡിസീസ് അല്ല എന്ന് പറയുന്നത്. ലാസ്റ്റ് വന്നത് താരോസ് ഡിസീസ് ആണ്. അവിടെ എൻസൈം എന്ന് പറഞ്ഞ ഏത് എൻസൈമിന് ഡിഫക്റ്റ് വരുന്നത്? ഫോസ്ഫോഫ്രക്ടോകൈനേസിനാണ്. ഓർഗൻസ് ഇൻവോൾവ് എന്ന് പറയുമ്പോൾ സ്കെൽട്ടൽ മസിൽ, എരിത്രോസൈറ്റിനൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്. മസിൽ ക്രാംസ് ഉണ്ടാവുന്നുണ്ട്, ഹീമോലൈസിസ് നടക്കുന്നുണ്ട്, അവിടെ ബ്ലഡിന്റെ അതായത് ലാക്ടേറ്റ് ലെവല് ഇൻക്രീസ് ആവുന്നില്ല. ഇതൊക്കെയാണ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ആയിട്ട് വരുന്നത് കേട്ടോ. സോ ഇത്രയുള്ള നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. സോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.